Hello everyone, welcome to this video. So ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് if else സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയിട്ടാണ്. ഓക്കെ, സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് if സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് നാലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, 4 ടൈപ്സ് ആയിട്ട് പറയാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ if സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തതാണ് if else സ്റ്റേറ്റ്മെൻറ്റ്. സോ ഈ ഒരു വീഡിയോയിൽ എന്താണ് if else സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. Okay, so if else statement is nothing but an extension of simple if statement. ഒരു simple if statementന്റെ just ഒരു extension ആണ് എന്ത്, ഒരു if else statement. അതായത് നമുക്കറിയാം if statement does nothing when the condition is false. നമ്മൾ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ ഫാൾസ് ആണ് എന്നുണ്ടെങ്കിൽ if statement does nothing. if statement എന്ത് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. if statement സിംപ്ലി അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യും, എക്സിക്യൂഷൻ ചെയ്യും. ഓർ വി ക്യാൻ സേ ദ സ്റ്റേറ്റ്മെന്റ് എക്സ് വിൽ ബി എക്സിക്യൂട്ടഡ്, അല്ലെ? സ്റ്റേറ്റ്മെന്റ് എക്സ് ആണ് അല്ലെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് ചെയ്യുക, എക്സിക്യൂഷൻ ചെയ്യുക. ഓക്കെ, ബട്ട് if else സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് if the test expression is true. if else സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. if the test expression അല്ലെങ്കിൽ if the condition is true, condition true ആണെന്നുണ്ടെങ്കിൽ then the true block statement will be executed, otherwise the false block statement will be executed. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂഷൻ ചെയ്യും, കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ വേറൊരു സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യും, എക്സിക്യൂഷൻ ചെയ്യും. ട്രൂ ആണെങ്കിൽ എക്സിക്യൂഷൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് വേണമെങ്കിൽ ട്രൂ ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. അതുപോലെ തന്നെ ഫാൾസ് ആണെങ്കിൽ എക്സിക്യൂഷൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിനെ ഫാൾസ് ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. സോ ഈ രീതിയിലാണ് if else സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ സിൻടാക്സ് ഓഫ് if else സ്റ്റേറ്റ്മെന്റ്? സോ if ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ത് ചെയ്യും, ഒരു എക്സ്പ്രഷൻ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. ആൻഡ് ഇഫ് ദിസ് കണ്ടീഷൻ ഈസ് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂഷൻ ചെയ്യും. വേണമെങ്കിൽ വി ക്യാൻ സേ ട്രൂ ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ്സ്. ഇനി ഈ ഒരു കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇറ്റ് വിൽ എക്സിക്യൂട്ട് ദി അനദർ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്, ദാറ്റ് ഈസ് വി ക്യാൻ സേ ഫാൾസ് ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, സോ സിമ്പിൾ ഈഫ് ആണെന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ അങ്ങോട്ട് തെറ്റിക്കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യുന്നില്ല, എന്ത് ചെയ്യും, സിംപ്ലി അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ബട്ട് if else സ്റ്റേറ്റ്മെന്റ് ആവുന്ന സമയത്ത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ട്രൂ ബ്ലോക്ക് എക്സിക്യൂഷൻ ചെയ്യുന്നു, കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ഫാൾസ് ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ്സ് എന്ത് ചെയ്യുന്നു, എക്സിക്യൂഷൻ ചെയ്യുന്നു. സോ ഈ ഒരു രീതിയിലാണ് if else സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. So very important thing, that is the flow chart of if else statement. if else statementന്റെ ഫ്ലോ ചാർട്ട് നമ്മൾ നോക്കാം. അപ്പോൾ if else സ്റ്റേറ്റ്മെന്റിൽ എങ്ങനെയാണ് വരുന്നത്, എൻട്രി എന്ന് പറഞ്ഞാൽ if else കണ്ടീഷനിലേക്കുള്ള എൻട്രി, അതിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷനിലേക്കുള്ള എൻട്രി. അപ്പോൾ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ത് ചെയ്യും, ടെസ്റ്റ് എക്സ്പ്രഷൻ വിൽ ബി ഇവാലുവേറ്റഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ, ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ട്രൂ ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ്സ് വിൽ ബി എക്സിക്യൂട്ടഡ്. ഇനി ഈ ഒരു കണ്ടീഷൻ ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ ഫാൾസ് ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ് വിൽ ബി എക്സിക്യൂട്ടഡ്. ഓക്കെ, അപ്പോൾ ട്രൂ ആണെങ്കിൽ ട്രൂ ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂഷൻ ചെയ്തിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരും, അതായത് സ്റ്റേറ്റ്മെന്റ് എക്സിലേക്ക് വരും. കണ്ടീഷൻ ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ ഫാൾസ് ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ അടുത്ത സ്റ്റേറ്റ്മെന്റ്, അതായത് സ്റ്റേറ്റ്മെന്റ് എക്സിലേക്ക് വരും. ഈ രീതിയിലാണ് if else വർക്ക് ചെയ്യുന്നത്. ഓർ വി ക്യാൻ സേ ദിസ് ഈസ് ദ ഫ്ലോ ചാർട്ട് ഓഫ് if else സ്റ്റേറ്റ്മെന്റ്. സോ if else സ്റ്റേറ്റ്മെന്റിന്റെ ഫ്ലോ ചാർട്ട് ഈ രീതിയിലാണ്. നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഫ്ലോ ചാർട്ട് വരക്കണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. അപ്പോൾ if കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ട്രൂ ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ്, ഫാൾസ് ആണെങ്കിൽ ഫാൾസ് ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ്. ഈ രീതിയിലാണ് if else വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നൗ ലെറ്റ് us take an example. if 10 less than 15 ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് വെറുതെ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യാണ്, printf 10 is smaller than 15. ഇനി ഈ ഒരു കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇറ്റ് വിൽ പ്രിന്റ് വാട്ട് the number 10 is greater than 15. സോ ഈ ഒരു രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കൺസെപ്റ്റാണ് if else സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഇവിടെയും ഈഫിൻ്റെ ഉള്ളിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ട്രൂ ബ്ലോക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതൊരു ബ്ലോക്കാണ്.
ഇനി എൽസിൻ്റെ ഉള്ളിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫാൾസ് ബ്ലോക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്താണ്, ഇതിൻ്റെ ഉള്ളിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒരു ബ്ലോക്ക് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ജനറലി ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, ഓപ്പൺ ബ്രേസ് ആൻഡ് ക്ലോസിംഗ് ബ്രേസ് ഇതിൻ്റെ ഇടയിൽ വരുന്ന കാര്യങ്ങൾ ദാറ്റ് വിൽ ആക്ട് ആസ് എ ബ്ലോക്ക്, അല്ലെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് വിൽ ആക്ട് ആസ് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇവിടെയും ഈഫിൻ്റെ ഉള്ളിൽ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്പണിംഗ് ബ്രേസും ക്ലോസിംഗ് ബ്രേസും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എൽസിൻ്റെ ഉള്ളിൽ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ്, ലൈക്ക് ഈ ഒരു എക്സാമ്പിളിലുള്ള പോലെ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഓപ്പണിംഗ് ബ്രേസും ക്ലോസിംഗ് ബ്രേസും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൊടുക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഇറ്റ് ഈസ് നോ പ്രോബ്ലം ഇഫ് വി ഗിവ് ദിസ്. നമ്മൾ ഇതിങ്ങനെ കൊടുക്കുന്നതുകൊണ്ടും നമുക്ക് എന്തില്ല, ഒരു പ്രശ്നവുമില്ല. അതിങ്ങനെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്, നമുക്ക് മനസ്സിലാവും എവിടെയാണ് ഈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടെയാണ് ഈഫ് എൻഡ് ചെയ്യുന്നത്. സോ ഈ രീതിയിൽ നമ്മുടെ പ്രോഗ്രാം ഇൻഡൻറ്റേഷൻ, ദിസ് ഈസ് പാർട്ട് ഓഫ് ഇൻഡൻറ്റേഷൻ. ഈ ഒരു ഈഫിന് ഓപ്പണിങ്ങും ക്ലോസിങ്ങും കൊടുക്കുന്നത് എന്തിൻ്റെ ഭാഗമാണ്, ഗുഡ് പ്രോഗ്രാമിംഗ് സ്റ്റൈലാണ്, ഓർ വി ക്യാൻ സേ ഇറ്റ് ഈസ് എ ഗുഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം നല്ല ഇൻഡൻറ്റേഷൻ ആണ് ഈ രീതിയിൽ കൊടുക്കുക എന്നുള്ളത്. പ്രോഗ്രാമിംഗ് സ്റ്റൈലിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഗുഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസിൻ്റെ ഭാഗമാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. സോ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളിവിടെ കണ്ടത്. ലെറ്റ് us ടേക്ക് അനദർ എക്സാമ്പിൾ. നമ്മൾ നേരത്തെ പഠിച്ച, അല്ലെങ്കിൽ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയ നമ്പർ ഓഡ് ആണോ അല്ലെങ്കിൽ ഈവൺ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, രണ്ട് സെപ്പറേറ്റ് ഈഫ് എന്ത് ചെയ്യേണ്ട, കൊടുക്കേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിമൈൻഡർ എന്തായിരിക്കും, 1 ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇഫ് നമ്പർ പെർസെൻറ്റേജ് 2 ഈക്വൽ ടു 0, ദാറ്റ് മീൻസ് റിമൈൻഡർ, നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലുള്ള റിമൈൻഡർ 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്പർ എന്താണ്, ഈവൺ ആണ്. ഇനി എൽസ് ഈ 0 അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പാണ് റിമൈൻഡർ എന്താണ്, 1 ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, എൽസ് എന്നിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻ്റ് ഓഫ് ദ നമ്പർ ഈസ് ഓഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, മെസ്സേജ് പ്രിൻ്റ് ചെയ്യാം. ഇവിടെ സെപ്പറേറ്റ് വീണ്ടും ഈഫ് ഇട്ടിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു കണ്ടീഷനും കൂടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ നേരത്തെ ചെയ്ത ഒരു എക്സാമ്പിളാണ്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ രീതിയിൽ ഇതൊരു ഇഫ് എൽസിൻ്റെ ഫ്ലോ ചാർട്ടാണ്. ഐ ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ട്രൂ ബ്ലോക്ക്, ഫാൾസ് ആണെങ്കിൽ ഫാൾസ് ബ്ലോക്ക്, ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ട്രൂ ബ്ലോക്ക് സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ ആ രീതിയിൽ എന്ത് ചെയ്യുക, സ്റ്റേറ്റ്മെൻറ്റ് എക്സ് വിൽ ബി ഇവാലുവേറ്റഡ്. സോ ഈ ഒരു എക്സാമ്പിൾ, ഐ തിങ്ക് യു ഗോട്ട് ദിസ് എക്സാമ്പിൾ. സോ ഇതിൽ ഇങ്ങനെയാണ്, ഈ രീതിയിൽ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും വെദർ, വി ക്യാൻ ചെക്ക് വെദർ എ നമ്പർ ഈസ് ഓഡ് ഓർ ഈവൺ ഓർ നോട്ട്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, റിമൈൻഡർ 0 ആണെങ്കിൽ ഈവൺ എന്ന് പറയുന്നു, എൽസ് നമ്മൾ എന്ത് പറയുന്നു, ഓഡ് എന്ന് പറയുന്നു. സോ ഈ രീതിയിൽ വി ക്യാൻ ചെക്ക് എ നമ്പർ ഈസ് ഓഡ് ഓർ ഈവൺ ഓർ നോട്ട്. ഓക്കെ, സോ അതാണ് ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ഐ തിങ്ക് യു ഗോട്ട് വാട്ട് ഈസ് ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് നെസ്റ്റഡ് ഈഫ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. നെസ്റ്റഡ് ഈഫ്. അപ്പോൾ ഈഫിന് ആക്ച്വലി 4 ടൈപ്പ് ഈഫുകളാണുള്ളത്. ഓൾറെഡി നമ്മൾ ഈഫ് പഠിച്ചു, സിമ്പിൾ ഈഫാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത്, ഈ ഒരു വീഡിയോയിൽ പഠിച്ചത് ഈഫ് എൽസ് ആണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ്, നെസ്റ്റഡ് ഈഫാണ്. നെസ്റ്റഡ് ഈഫാണ്. ഓക്കെ, so that's all in this video. Thank you.